എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് പാത്തുട്ടീനെ ആദ്യമായിട്ട് ചേർത്തത്, പ്ലേ സ്കൂളിലെ. അവിടെ ഒരാഴ്ച തികച്ചു പോയില്ല, അപ്പോഴേക്കും വാശി കരച്ചിൽ പനിയൊക്കെ തുടങ്ങി. പിന്നെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല്ല ചെയ്യും. അങ്ങനെ അവരും പാത്തും കൂടി ഒരുമിച്ച് സമരം ചെയ്തപ്പോൾ ഞങ്ങൾ ശരി എന്നാ വെച്ചാൽ കുറച്ചും കൂടി പ്രായമായിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലേ, കൊച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി 4 വയസ്സായാലും സ്കൂളിൽ പോയില്ലെങ്കിലോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ജൂണിൽ അംഗനവാടിയിൽ പ്രവേശനോത്സവമൊക്കെ അല്ലേ, അപ്പോൾ അവിടെ കൊണ്ടുപോകാന്ന്. അംഗനവാടി വിളിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു വേറൊരു സ്കൂളിൽ ചേർത്ത കുട്ടിയായതുകൊണ്ട് ഇവിടെ എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഏട്ടനും കുറച്ച് ദേഷ്യമൊക്കെ വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു അതെന്താ അങ്ങനെ, അത് എവിടുത്തെ ന്യായമാണ്, ജസ്റ്റ് ഒരാഴ്ച സ്കൂളിൽ പോയിട്ടുള്ള കുട്ടീനെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്, അത് ഗവൺമെൻറ് സ്ഥാപനമല്ലേ എന്നൊക്കെ. ഈ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ ടീച്ചർ വേറെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ട് കൊച്ചിനെ വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മുടെ മനസ്സിനൊരു സുഖമില്ലായ്മ. ആ കൊച്ചിന് അനാവശ്യമായിട്ട് ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് ഒരു ടീച്ചറുടെ അടുത്ത് വീണ്ടും അവളെ വിടുക എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ ആ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചു. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ വിടണ്ടേ. അപ്പോൾ ജൂണും ജൂലൈ ലാസ്റ്റ് ആവണ വരെ ഞങ്ങൾ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തോട്ടെ അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ അടുത്തൊരു മോണ്ടിസറിയിൽ പാത്തുവിനെ ചേർത്തി. വെറുതെ ഒരു ദിവസം ഞാൻ ഏട്ടനോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പാത്തുട്ടിക്കാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സംഭവം അവൾക്ക് തീരെ ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കാർട്ടൂൺ കാണും അവള്, പക്ഷെ മിക്കവാറും കാർട്ടൂൺ കാണുന്ന നേരമൊക്കെ ഇങ്ങനെ വരയ്ക്കുകയെ അല്ലെങ്കിൽ പസിൽസ് ഇങ്ങനെ ചെയ്യുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ചെന്ന് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയുടെ ഏകദേശം ഒരു സ്വഭാവമൊക്കെ പറയില്ലേ. ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ഇവിടെ പേടിക്കാനൊന്നുമില്ല, നിറച്ച ആക്ടിവിറ്റീസാണ്, അവളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനം. പാത്തുട്ടീനെ അങ്ങനെ പിടിച്ചിരുത്താനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടെയാണെങ്കിൽ കുറേ കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. 1 മണിക്കൂറൊക്കെ കളിച്ച് തിമിർത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയായിരുന്നു പാത്തുവിൻ്റെ ഹെയർ ഡ്രസ്സിങ്. കണ്ണിലേക്ക് മുടിയൊക്കെ വന്നിട്ടേ ഇവളാണെങ്കിൽ സലൂണിൽ കൊണ്ടുപോകാനും സമ്മതിക്കൂല, ഓടിപ്പോവും. ഏട്ടനാണ് ഇപ്പോഴത്തെ പാത്തുവിൻ്റെ ഒഫീഷ്യൽ ഹെയർ ഡ്രസ്സർ. അങ്ങനെ മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 10 മണിയായപ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളൊരു 10:30 ആയപ്പോഴാണ് എത്തിയത്. നമ്മൾ പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അവിടെ എത്തി. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പോകാനായിട്ട്. കുഞ്ഞു പിള്ളേർ കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാത്തു അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒരു കരച്ചിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവൾ എന്നെ നിരാശപ്പെടുത്തൂല അങ്ങനെയൊന്നും. ഞാൻ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും പുറത്ത് കാറിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തു. പാത്തുട്ടീരെ അത്യാവശ്യം വലിയ സൗണ്ട് ആയതുകൊണ്ട് തന്നെ അകത്ത് കരഞ്ഞുണ്ടെങ്കിലും പുറത്ത് കേൾക്കാട്ടോ. കുറേ നേരത്തേക്ക് ശബ്ദം ഒന്നും കേൾക്കാണ്ടായപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടുന്ന് വീട്ടിലേക്ക് വിട്ടു. എത്തിയൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പാത്തുട്ടി ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് അവൾ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ അയച്ചു. ഇവിടെ മാസം 3500 രൂപയാണ് കേട്ടോ ഫീസ് വരുന്നത്. പിന്നെ ചേരുമ്പോൾ തന്നെ 5000 രൂപ കൊടുക്കണം. അത് യൂണിഫോമിനായിട്ടും പിന്നെ ബുക്സിനായിട്ടും. വീട്ടിൽ നിന്ന് കുറച്ചങ്ങ് ദൂരം പോകണം ഈ സ്കൂളിലേക്ക്. വൈകിട്ട് ഒരു 4 മണിയായപ്പോഴാണ് ഞങ്ങൾ വിളിക്കാൻ പോയത്. ആളിച്ചിരി ഹാപ്പിയൊക്കെ ആയിരുന്നു. അവരോടൊക്കെ ബൈ സീ യു ടുമോറോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. യു ലൈക്ക് യുവർ സ്കൂൾ? Did you like the teacher? Yes. Can you go to school tomorrow? Yes. I love you. അങ്ങനെ സക്സസ്. ഉച്ചയ്ക്ക് ആൾ ഉറങ്ങിയൊന്നുമില്ല, തകൃതിയായിട്ട് പണി ചെയ്യായിരുന്നെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് കിടന്നുറങ്ങുന്നു. എവിടെ, അപ്പോഴേക്കും അയൽവക്കത്തുള്ള ഫ്രണ്ട്സ് വന്നു. എന്നിട്ട് പിന്നെ അവരുടെ കൂടെ കുത്തിമറിച്ചിൽ. അപ്പോൾ പിന്നെ വൈകിട്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ പണിപ്പുരയായ കിച്ചണിലേക്ക് കയറി. ഇന്നിപ്പോൾ ഞാനുണ്ടല്ലോ അവർക്ക് പ്ലം കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞാനൊരു 6 പ്ലമ്മേ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു. എന്നിട്ടത് വാഷ് ചെയ്തെടുത്തിട്ടേ കുരുവൊക്കെ കളഞ്ഞ് ചെത്തിയിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തു. കുലുക്കൊക്കെ ഉണ്ടാക്കണ ഒരു മൂടിയുള്ള കണ്ടെയ്നർ ഇല്ലേ, അതെൻ്റെ ഇല്ല കേട്ടോ. പിന്നെ ഗ്ലാസ്സിലിട്ട് കുലുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ ഇവിടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു മിക്സി ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഈ പ്യൂരി അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് അതിലോട്ട് 2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളുപ്പ്, നടുകേറിയ ഒരു പച്ചമുളക്, 6-7 ഐസ് ക്യൂബ്സ്, ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഹാഫ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചത്, ഇതെല്ലാം കൂട്ടി ചേർന്നിട്ട് മൂടി അടച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുലുക്കുക. കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷെ അങ്ങനെ തോന്നുന്ന പല കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പറ്റാനിട്ട് ഏട്ടനാണ് ഈ ദൗത്യം കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തത്. ഗൗരി ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ പാളിപ്പോയി. അങ്ങനെ നമ്മുടെ പ്ലം കുലുക്കി സർബത്ത് റെഡി ആയിരിക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ടോൾ ഗ്ലാസ്സസ് എടുത്തു. പിന്നെ ഷോർട്സിന്റെ 2 കുഞ്ഞു ഗ്ലാസ്സും. പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ പാത്തുട്ടി കുടിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ കളർ കണ്ടിട്ടാണ് തോന്നുന്നു എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവള് വിപുവിൻ്റെ മേടിച്ച് അങ്ങോട്ട് മടമടാന്ന് കുടിക്കല്ലേ. നല്ല പൊളിയുള്ള പ്ലംബും പിന്നെ
അതിന്റെ മുകളിൽ കൂടെ ഹാഫ് നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ചില്ലേ, അതുകൊണ്ട് അത് മുളകിന്റെ എരിവേ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് നിൽക്കണമെന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കുടിക്കാനായിട്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. പാത്തുട്ടി ബടബടാന്ന് കുടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ. നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.